ഇവിടെ നാട്ടു ദർസ് നടക്കുന്നുണ്ട്. മഹാനായ സുൽത്താനുൽ ഉലമ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് രൂപീകരിച്ചു. അങ്ങനെ വരുമ്പോൾ ഈ 2026 ഇക്കഴിഞ്ഞ ജൂൺ 26 സമസ്തക്ക് 100 വർഷം പൂർത്തിയായി. ഈ കഴിഞ്ഞ 26 സമസ്തക്ക് 100 വർഷം പൂർത്തിയായി. 101ാം സ്ഥാപക ദിനമാണ് നമ്മുടെ യൂണിറ്റുകളിലൊക്കെ നമ്മൾ ആചരിച്ചത്. 50 കൊല്ലം സമസ്തയുടെ അമരത്ത് നിന്ന മഹാനായി ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏക പണ്ഡിതൻ സുൽത്താനുൽ ഉലമ. ആ സുൽത്താനുൽ ഉലമ അവരുടെ ശിഷ്യത്വം ലഭിക്കാൻ നമ്മുടെ പ്രസ്ഥാനം കണ്ടെത്തിയ ഒരു വലിയൊരു മാർഗം നമുക്ക് നൽകിയതാണ് നാട്ടുദർസ്. അൽഹംദുലില്ലാഹ് നമ്മുടെ യൂണിറ്റിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും നടക്കുന്നുണ്ട്. 2 ക്ലാസ് കഴിഞ്ഞു. 10-30-ലേറെ ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനിയും അതിൽ എത്താത്തവർ നിർബന്ധമായി അതിൽ പങ്കെടുക്കണം. സഹോദരിമാര് അവരെ മറ്റുള്ളവർ ആണുങ്ങളൊക്കെ പറഞ്ഞയക്കണം. സഹോദരിമാർക്ക് തൽക്കാലം ഇവിടെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് ഉദ്ദേശിക്കുന്നുണ്ട്. എന്താ അതിന്റെ ഗുണം? 30 പാഠമാണ് ആ കിതാബിലുള്ളത്. ആ 30 പാഠം പൂർത്തിയാവലോട് അത് ഉസ്താദ് ഇജാസത്ത് നൽകിയ മുദരിസുമാരാണ് ദർസ് എടുക്കുന്നത്. അപ്പൊ ഉസ്താദ് ക്ലാസ് എടുക്കുന്നത് പോലെ തന്നെയാണ്. അങ്ങനെ 30 പാഠം പൂർത്തിയാക്കി 31ാമത്തെ പാഠം മഹാനായ ഉസ്താദ് അവറുകൾ വാദി ഹറമൈനിൽ വെച്ച് അഥവാ ജനുവരി 28, 29, 30, 31 തീയതികളിൽ സമസ്തയുടെ സെന്റിനറി മഹാസമാപന സമ്മേളനം നടക്കുമ്പോ അവിടെ വെച്ച് ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി ആ പാഠം അധ്യായം എടുത്തു തന്ന് ഇജാസത്ത് തന്ന് ഉസ്താദിൽ നിന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുള്ള മുറിയാത്ത കണ്ണി ആ പരമ്പരയിൽ നമുക്ക് അംഗമാകാനുള്ള ഏറ്റവും വലിയ അവസരമാണ് നാട്ടുദർസ്. അതുകൊണ്ട് ഇനി നമ്മുടെ ഈ ഒരു ജീവിതകാലത്ത് കിട്ടുമെന്ന് തോന്നണില്ല. അള്ളാഹു അതിനെ പൂർത്തിയാക്കാനും ആ സദസ്സിൽ ഉസ്താദിന്റെ അവസാനത്തെ ക്ലാസ് ലഭിച്ച് ആ ഒരു കണ്ണിയിൽ ചേരാനും അള്ളാഹു നമുക്കും പ്രത്യേകിച്ച് ഉസ്താദിനും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സദാന്തർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അതോടുകൂടെ ചിലപ്പോ പലരുടെയും വീട്ടിൽ നല്ല കാണാൻ സൗന്ദര്യമുള്ള സമസ്ത സെന്റിനറിയുടെ നിധി ഒരു പെട്ടി വന്നിട്ടുണ്ടാവും. ആ പെട്ടി കേവലം 1.5 മാസം, ഏറിയാൽ 2 മാസം അതേ നിങ്ങളെ വീട്ടിൽ വെക്കുള്ളൂ. കൂടുതൽ നിങ്ങളെ ശല്യപ്പെടുത്തൂല. പക്ഷെ അത് തിരിച്ചു തരുമ്പോ അതിൽ നല്ല സംഖ്യ വേണം. എന്റെ ബാപ്പാന്റെ പേരിൽ 313, ഉമ്മാന്റെ പേരിൽ 313, മക്കളെ പേരിൽ 313. ഇനി അങ്ങനെ സാധിക്കൂലേ? എന്നാൽ ചുരുങ്ങിയതൊരു 313 രൂപ എല്ലാ ഉദ്ദേശങ്ങളും വെച്ച് ഇതെവിടെ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ആലിമീങ്ങളും മറ്റുള്ള സാധാരണക്കാരും അവര് പങ്കെടുക്കുമ്പോ അതിനു വേണ്ടിയുള്ള ഒരു ചെലവാണ്. അതുകൊണ്ട് അത്രയും വലിയൊരു പരിപാടി നടത്തുമ്പോ, ആലിമീങ്ങൾ പരിപാടി നടത്തുമ്പോ എന്റെ വീട്ടിൽ നിന്ന് ഒരു ചെറിയ സംഖ്യ കൊടുക്കാൻ ഒരു പ്രയാസവും നമുക്കില്ല. ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ആ പെട്ടിയിൽ നിങ്ങൾ നന്നായി സംഭാവന ഇടണം. ഇൻഷാ അല്ലാഹ് അത് വാങ്ങാൻ വരുന്നവരെയും നിങ്ങൾ നല്ലോണം സന്തോഷിപ്പിക്കണം. ഏതായാലാവട്ടെ, ഞാൻ പറഞ്ഞു